വലിയ സന്തോഷമല്ല, വലിയ സമാധാനമായി. കാരണം കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നമ്മൾ കാണുന്നതാണ്, IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ബസ്സുകൾ വലിയ സേവനമാണ് അവർ ചെയ്തത്, അവരെ തള്ളി പറഞ്ഞുകൂടാ. എങ്കിലും അതിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഹറാസ്മെൻ്റ് ആയാലും ശരി തന്നെ, പലയിടത്തും ഇറക്കി വിടുക, എന്തെങ്കിലും കേട് വന്നാൽ റോഡിന് നടുവിൽ ഇറങ്ങി നിൽക്കേണ്ടി വരിക, മറ്റ് ഭക്ഷണം, അതുപോലെ തന്നെ യാത്രാമധ്യേ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവരുടെ പ്രത്യേക 7 ദിവസങ്ങളിൽ ചില അത്യാവശ്യതകളുണ്ട്, ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത, ഇതിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ അതിലെ ഫെയറുകൾ, അതിപ്പോൾ ചോദിച്ചാൽ അവരതിന് മതിയായ കാരണം നൽകും. എങ്കിലും നമുക്കതിനൊരു സംവിധാനം എന്ന് പറയുന്നത് റെയിൽ കണക്ടിവിറ്റിയിൽ നമുക്കിപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുന്ന നമ്മുടെ സ്ഥിരം ഇന്ത്യൻ റെയിൽവേസിൻ്റെ വന്ദേ ഭാരത് അല്ലാതെയുള്ള ഒരു സംവിധാനം കൊണ്ടുവരണമെങ്കിൽ നമുക്ക് റെയിൽ ലൈനില്ല. വന്ദേ ഭാരത് എന്ന് പറയുന്ന ഒരു വിപ്ലവ റെയിൽ ഓപ്പറേഷൻ വന്നപ്പോൾ തന്നെ മറ്റ് പല ട്രെയിനുകളുടെയും സ്റ്റോപ്പുകളുടെ എണ്ണം കൂടി, വെയിറ്റിംഗ് ടൈം കൂടി, അവരുടെ സ്പീഡ് കുറയുന്നു, അതിൽ പോകുന്ന പാസഞ്ചേഴ്സിന് വലിയ നീരസവും വലിയ അതൃപ്തിയും ഉണ്ടാക്കുന്നു. ഇതെല്ലാം ബാലൻസ് ചെയ്യണമെങ്കിൽ ഇന്ന് ഈ വേദിയിലും കൂടുതൽ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. റെയിൽവേ സജ്ജമാണ്. ഇപ്പോൾ ഈ വർഷം 3042 കോടി കേരളത്തിന് വേണ്ടി മാത്രം നീക്കിവെച്ചെങ്കിൽ 10,000 കോടിയോ അതിൽ കൂടുതലോ തരാൻ തയ്യാറാണ്. ആവശ്യം ഭൂമി മാത്രമാണ്. നമുക്ക് വന്ദേ ഭാരത് പോലെയും അതുപോലെ എക്സ്പ്രസ് ട്രെയിൻസിൻ്റെയും സ്പീഡ് ഇനിയും വർദ്ധിപ്പിക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ വളവുകൾ മുഴുവൻ നിവർത്തിക്കൊണ്ട് ഒരു സീറോ കർവ് വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു നോ കർവ് അല്ലെങ്കിൽ നോ ഡീപ്പ് കർവ് റെയിൽ ലൈൻസ് വരുന്നതിനുള്ള സ്ഥലം കണ്ടെത്തി തരണം. അതുവഴി റെയിൽ ഇപ്പോൾ കിടക്കുന്ന ലൈൻ ഒഴിവാകുന്ന സ്ഥലത്തേക്ക് പകരം നമുക്ക് ആ ഭൂമി നൽകുന്ന തരത്തിൽ ഒരു ബാർട്ടർ സിസ്റ്റം പോലെയും നമുക്ക് ആലോചിക്കാവുന്നതാണ്. അത് അത്രയും വില കൊടുത്ത് വാങ്ങണമെന്നില്ല. അതുപോലെ തന്നെ റീലൊക്കേഷൻ ഓഫ് റെയിൽവേ സ്റ്റേഷൻസ്. കൊച്ചിയുടെ ജീവിത സാഹചര്യം, ഇവിടുത്തെ ആവാസ വ്യവസ്ഥിതിക്ക് കുറച്ചുകൂടി ഒരു ഈസിങ് വരണമെങ്കിൽ പൊന്നുരുന്നി എന്ന് പറയുന്നത് 117 ഏക്കർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കൊച്ചിയുടെ അല്ല കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ഹബ്ബ് വരുമെങ്കിൽ ഞാൻ സ്വപ്നം കാണുന്നത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, MGR സെൻട്രൽ സ്റ്റേഷൻ ചെന്നൈ, അതിന് തുല്യമായ അവിടെ ഒറ്റ സ്റ്റേഷനേ ഉള്ളൂ. ബാക്കിയെല്ലാം പെരിഫറിയിലാണ്. പെരുമ്പോർ ആയാലും കാട്ട്പാടി ആയാലും എല്ലാം പെരിഫറിയിലാണ്. അപ്പോൾ ജനജീവിതം കൂടി, ജീവിതത്തിൻ്റെ സൗകര്യങ്ങളുടെ വർധനവിന് റെയിൽവേ എന്ന് പറയുന്നത് തടസ്സമായി നിൽക്കുന്ന ഒരു 5 പട്ടണങ്ങളെങ്കിലും കേരളത്തിലുണ്ട്. അപ്പോൾ അതിന് ഒരു സംവിധാനം കാണണം. ഇതെല്ലാം ഇപ്പോൾ ശ്രീ അബ്ദുറഹ്മാനുമായിട്ട് സംസാരിച്ചതിന് പ്രകാരം RRTSൻ്റെ കാര്യം ഞാൻ 2 ദിവസമായിട്ട് തൃശ്ശൂർ പറയുന്നത് അവർ DPRലേക്ക് പോവുകയാണ്. ഈ 10 ദിവസത്തിനുള്ളിൽ പാർലമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ആ ടീമുമായിട്ട് ഇരുന്ന് ഇതിൻ്റെ പ്രത്യേക സ്കെച്ച് വാങ്ങി റെയിൽവേയിലേക്ക്, ഞാൻ ടൂറിസത്തിൻ്റെയും പെട്രോളിയത്തിൻ്റെയും മന്ത്രിയാണെങ്കിലും റെയിൽവേക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് തൃശ്ശൂരേക്കുള്ള മെട്രോ അല്ല, ഞാൻ പറഞ്ഞിട്ടുള്ള കോയമ്പത്തൂർ വരെയുള്ള മെട്രോയുടെ എക്സ്റ്റൻഷനാണ്. അത് കൊച്ചി മെട്രോയുടെ ഫീസിബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വരുമാനം ക്രമാതീതമായി ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാഭകരമായ സർവീസ് ആക്കുന്നതിന് നമുക്കിങ്ങനെ നമ്മളൊരു കമേഴ്ഷ്യൽ കോറിഡോറിനെ കുറിച്ച് പറയുകയാണ്. വാട്ട് ഈസ് എ കണക്ടിവിറ്റി? ഫ്ലൈറ്റ് കൊണ്ട് മാത്രം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? അതിനുവേണ്ടി നമ്മൾ ഏതാണ്ട് പകുതി ദൂരം അവിടം വരെ ഓടണ്ടേ ഫ്ലൈറ്റിന്? അപ്പോൾ കോയമ്പത്തൂർ വരെ ഇതുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പൊല്യൂഷൻ കൺട്രോൾ, എൻവയൺമെൻറ്റ് കൺസേൺസ്, ഇതെല്ലാം നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെയാണ് 2019 പറഞ്ഞത്. അത് പാലിയേക്കരയെന്നേ പറഞ്ഞിട്ടുള്ളൂ, തൃശ്ശൂർക്കാർക്ക് വേണ്ടിയല്ല. കേരളത്തിന് ഒരു കൊമേഴ്ഷ്യൽ കോറിഡോർ എന്ന് പറയുന്നത് 2 കൊമേഴ്ഷ്യൽ സിറ്റീസ്, 2 ഏതാ വലുതെന്ന് ഇപ്പോഴും പറയാനൊക്കത്തില്ല. ഇപ്പോഴും ഇവിടെ പരാമർശം നടത്തിയപ്പം മഹാരാഷ്ട്രയോളം കേരളത്തെ സംബന്ധിച്ച്, സൗത്തിനെ സംബന്ധിച്ച് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ കമേഴ്ഷ്യൽ ക്യാപിറ്റലാണ്. കേരളത്തിൻ്റെ കമേഴ്ഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത്രയും തന്നെ ഭീമാകാരനായ കൊച്ചിയാണ്. ആ കൊച്ചിക്ക് ഒരു വിസിബിലിറ്റി വരണമെങ്കിൽ 2 ട്വിൻ കമേഴ്ഷ്യൽ സിറ്റീസിൻ്റെ ഒരു കണക്റ്റ് വളരെ അത്യാവശ്യമാണ്. അതെല്ലാ അർത്ഥത്തിലും
അത് നമ്മളുടെ കുട്ടികളുടെ ഭാവിക്ക് ഒരുപാട് ഗുണകരമാവും. പുതിയ ഭാരതത്തിന്, പുതിയ കേരളത്തിന് ഒക്കെ അത് വലിയ വികസിത് ഭാരത് എന്ന് പറയുന്ന സങ്കല്പയാത്രയിൽ ഇതെല്ലാം ശീഘ്രം തന്നെ നമുക്ക് പരിഗണിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും ഈ 2 ലൈൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ 600 ബോർഡർ കടന്നുള്ള ഡിസ്റ്റൻസും കൂടെ ചേർത്ത് ഞാൻ പറയുകയാണ്, 700 കിലോമീറ്ററിന് 4 ലൈൻ എന്ന് പറയുന്നത് സാധ്യമാകുകയാണെങ്കിൽ ബാക്കി ഉറപ്പ് തന്നിരിക്കുന്നു, റെസ്റ്റ് ഡൺ.